നമ്മൾ ഒരു കാര്യം നിർമ്മിക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ശരിക്കുമുള്ള മെറ്റീരിയൽ കൊണ്ട് നിർമ്മിക്കണം എന്നൊന്നുമില്ല. ഇപ്പോൾ ചില വലിയ വലിയ കോംപ്ലക്സുകളുടെ മുമ്പിലും ക്രിസ്ത്യൻ പള്ളികളുടെ മുമ്പിലും ഒക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് വസ്തുക്കൾ ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് നമ്മളെല്ലാവരും ചിന്തിച്ച് വെച്ചിരിക്കുന്ന പോലെ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വസ്തുക്കൾ ശരിക്കും പറഞ്ഞാൽ തടി കൊണ്ടായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്. തടി കൊണ്ട് നിർമ്മിച്ചിരിക്കേണ്ട വസ്തുക്കൾ ശരിക്കും പറഞ്ഞാൽ സിമെൻറ്റിലായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ അത് പോളിഷ് ചെയ്ത് പുറത്ത് നമ്മൾ കാണുമ്പോൾ അതെന്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പോലും നമുക്ക് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെയാണ് ഇപ്പോൾ നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു മരം, അതിലൊരു ചക്കയുണ്ട്, അതിൽ ഈ പറഞ്ഞ പോലെ ഒരു കിളി അതിൻ്റെ ഒരു ചില്ലിയിൽ ഇരിക്കുന്നുണ്ട്, ഒരു അണ്ണാൻ ഒരു ചക്ക കഴിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഒരു അനിൽ എന്ന പേരിലുള്ള ഒരു മനുഷ്യൻ സിമെൻറ്റിൽ ചെയ്ത ചെറിയൊരു ആർട്ട് വർക്കാണ്, സിമെൻറ്റിൽ. അപ്പോൾ കലാപരമായിട്ടുള്ള കഴിവ് ഒരാൾക്ക് വരുമ്പോൾ അത് ഒറ്റ നോട്ടത്തിൽ അത് പോളിഷ് ചെയ്ത് ദൂരെ നോക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞ ഒരു മരം പോലെ തന്നെ ഇരിക്കും. പക്ഷേ അത് അടുത്ത് വരുമ്പോഴാണ് അറിയുന്നത് അത് സിമെൻറ്റിൽ തീർത്ത ഒരു നിർമ്മിതിയാണ്. ലോകപ്രശസ്തനായിട്ടുള്ള വാസ്തുശില്പ കലാകാരനായിട്ടുള്ള എഞ്ചിനീയറായിട്ടുള്ള ശാസ്ത്രജ്ഞനായിട്ടുള്ള ലിയോനാർഡോ ഡാവിഞ്ചി പറയപ്പെടുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹം മുന്തിരിങ്ങകൾ വരച്ചു വെച്ചപ്പോൾ അതിൻ്റെ പൂർണ്ണത അത്രയും വലുതായിരുന്നു. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് കിളികൾ വന്ന് ആ മുന്തിരിങ്ങ കൊത്തിപ്പറിക്കാൻ നോക്കിയത്രേ. അത്രയും പൂർണ്ണതയിലാണ് അദ്ദേഹം വരച്ചു വെച്ചത്. അപ്പോൾ ഇതുപോലുള്ള കലാകാരന്മാരെ നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും. അവരൊരു നിർമ്മിതി ചെയ്തു കഴിഞ്ഞാൽ, ഒരു വർക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ പോലെ ഇരിക്കും. പക്ഷേ അത് ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റാണ്. ഇപ്പോൾ സിനിമയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാള് പോലെയുള്ളൂ. ക്ലോസപ്പ് ഷോട്ടിൽ അത് ശരിക്കുമുള്ള വാളാണ്, പക്ഷേ അടുത്ത് വരുമ്പോഴാണ് അറിയുന്നത് അത് തെർമോക്കോളാണ്. പക്ഷേ കാണുമ്പോൾ അത് ഒറിജിനൽ പോലെ ഇരിക്കും. ഇതാണ് ഒരു മറിമായം. ഏതായാലും ഈ വർക്ക് പ്രശംസിക്കേണ്ട ഒരു വർക്കാണ്. ആ ചെയ്ത ആൾക്ക് എല്ലാവിധ അനുമോദനങ്ങളും നേരുന്നു.